അമ്മ ഇല്ല ഇല്ല ഒന്നുമില്ല. പാവമാണേ, വല്ലതും തരണേ. പോകാൻ, ഇവിടെ ഇറങ്ങി പോകാൻ. അയാൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടായിരുന്നോ? ആകാശത്തിലേക്കൊരു യാത്ര. നാളത്തെ ബോംബെ ട്രിപ്പിന്റെ കാര്യം മറന്നിട്ടില്ലല്ലോ? റാം, നിന്റെ സങ്കടം ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ അച്ഛൻ്റെ മരണത്തിൽ എനിക്കും വളരെ ദുഃഖമുണ്ട്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. ഇപ്പോൾ ചുമതലകളെല്ലാം പാവം നിന്റെ തോളിലായി. നീ പഠനം തുടരണം. എനിക്ക് ആഗ്രഹങ്ങൾ പലതാ. റാം, എന്താ അമ്മേ? നിനക്കൊരു പാർസൽ വന്നിട്ടുണ്ടല്ലോ. ശാന്തി അയച്ചതാ മോനെ. ഞാനിപ്പോ ശാന്തിയെ കണ്ടു. അവൾ ഇക്കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. ശാന്തിയുടെ സ്വഭാവം നിനക്കറിയാമല്ലോ മോനെ. ശാന്തി ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന ടീച്ചർ എനിക്ക് തന്ന ബുക്കാണിത്. ഏറെയൊന്നും മനസ്സിലായില്ലെങ്കിലും ഈ പുസ്തകം എന്നെ വളരെ സ്വാധീനിച്ചു. ഒരുപക്ഷെ നിരാശയും ദുഃഖവും മൂലം നിനക്കുണ്ടായ ചില പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരം തന്നേക്കും. ശാന്തി. റാം, എന്താ അമ്മേ? പെട്ടിയൊക്കെ എടുക്കാൻ സഹായിക്കണോ മോനെ? ഞാൻ ചെയ്തോളാം. ആരാണത്? ഒരു പിടിയുമില്ല. ഹലോ മൈക്ക്, എന്നെ ഓർക്കുന്നുണ്ടോ? ചെറിയൊരു ഓർമ്മ. കഴിഞ്ഞ വർഷം സിംലയിൽ വെച്ചാണ് നാം കണ്ടത്. നിന്റെ അച്ഛൻ്റെ ഒരു കാർഡ് തന്നിട്ട് നീ പറഞ്ഞു എപ്പോഴെങ്കിലും ഒരു ജോലി വേണമെന്ന് ഉണ്ടെങ്കിൽ. ആ കാർഡിങ് കൊണ്ടുവരൂ. അച്ഛൻ കഴിഞ്ഞിടെ മരിച്ചു. എനിക്കൊരു ജോലി വേണം സാർ. ഞാൻ കോളേജിൽ പഠിക്കുകയായിരുന്നു. അച്ഛൻ മരിച്ചതുകൊണ്ട്. ഇന്നേത് ദിവസമാണെന്ന് നിനക്കറിയാമോ? ഇന്ന് വ്യാഴാഴ്ചയാണ് സാർ. ഇന്ന് ക്രിസ്മസ് ദിവസമാണ്. ഇന്ന് വന്നൊരു ജോലി ഇറക്കാനും മാത്രം വിവരം കെട്ടവനാണോ നീ? നാശിച്ചവൻ. ആ ലൈറ്റ് ഓഫ് ചെയ്യടാ. സുന്ദരന്റെ ഹൃദയത്തിൽ ഒരു പുതിയ സന്തോഷം വന്നു നിറഞ്ഞു. പാടാൻ പുതിയ പാട്ട്, അറിയാൻ പുതിയ സത്യങ്ങൾ, അന്യരോട് സ്നേഹവും അനുകമ്പയും കാട്ടേണ്ട സമയം. ഇത് ക്രിസ്മസ് കാലം. കയറി കിടക്ക്, ലൈറ്റ് അണയ്ക്ക്.
ക്ഷമിക്കണം, ഇവിടെ പണിയൊന്നുമില്ല. ഒന്ന് താമസിക്കാൻ അനുവദിക്കൂ. ഒരു ജോലി കിട്ടിയാൽ ഉടനെ പണം തരാം. പണമില്ലേ? കട്ടിലുമില്ല. ഞാൻ സഹായിക്കട്ടെ? ഒരു നാടൻ പയ്യനെ ചതിക്കാനാണ് ശ്രമമെങ്കിൽ വെറുതെ മെനക്കെടേണ്ട. ഒരു പൈസ പോലും എൻ്റെ കയ്യിലില്ല. അല്ലല്ല, ഞാൻ സഹായിക്കാമെന്നേ. നിനക്കൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. എന്തിനാ ഇതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുന്നത്? പരസ്പരം സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജീവിതം? എൻ്റെ പേര് സുശീൽ. എൻ്റെ പേര് റാം സിംഗ്. സിംഗോ? അത് നല്ല പേരാണല്ലോ. സാധു സുന്ദർ സിംഗിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. അയാളുടെ കഥ എന്നെ പാടെ മാറ്റി. അദ്ദേഹത്തെ പറ്റി കിട്ടുന്നതെല്ലാം ഞാൻ വായിക്കും. എങ്ങനെയാണ് ആ പുസ്തകം നിന്നെ മാറ്റിമറിച്ചത്? പറഞ്ഞു തുടങ്ങിയാൽ ആ കഥ രാത്രി മുഴുവൻ നീളും. താല്പര്യമുണ്ടെങ്കിൽ ആഹാരം കഴിക്കാൻ പോകുന്ന നേരത്ത് വിശദമായി പറയാം. ഒരു ബാലനായിരിക്കുമ്പോൾ തന്നെ മതഭക്തിയോടെ ജീവിക്കാൻ അമ്മ സുന്ദർ സിംഗിനെ പ്രോത്സാഹിപ്പിച്ചു. സുന്ദറിന്റെ അച്ഛൻ ഷേർ സിംഗ് ധനികനായ ഭൂവുടമയായിരുന്നു. മകന്റെ ഗൗരവ സ്വഭാവത്തെപ്പറ്റിയൊന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ലെങ്കിലും അവനെപ്പറ്റി വളരെ അഭിമാനിച്ചിരുന്നു. സർക്കാർ സ്കൂളിനേക്കാൾ വളരെ അടുത്തായിരുന്നതുകൊണ്ട് ഒരു ക്രിസ്തീയ വിദ്യാലയത്തിലാണ് താൻ പഠിച്ചിരുന്നത്. അനുസരണവും അധ്യാപകരുടെ ആദരവും പഠനത്തിൽ താല്പര്യവും ഉണ്ടായിരുന്നെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തിനെതിരെ തൻ്റെ ഉള്ളിൽ വിദ്വേഷം ജ്വലിച്ചു നിന്നിരുന്നു. പ്രകൃതിയോട് ഏറെ കമ്പമായിരുന്നു സുന്ദറിന്. വനത്തിലും തൊടിയിലുമുള്ള പക്ഷിമൃഗാദികൾ അവനെ വളരെ സ്നേഹിച്ചിരുന്നു. അവൻ്റെ 14-ാം ജന്മദിനത്തിന് തൊട്ടുമുമ്പ് സുന്ദറിൻ്റെ അമ്മ മരണമടഞ്ഞു. ആ മൃതദേഹം ചാരമായി എരിഞ്ഞമരുന്ന ചിതയുടെ അരികിൽ നിൽക്കുമ്പോൾ ഒട്ടേറെ ചിന്തകൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള അമ്പരപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ. എല്ലാ പ്രതീക്ഷകളുടെയും തിരിച്ചറിവിൻ്റെയും അപ്പുറത്താണതെന്ന് അവന് തോന്നി. സംവത്സരങ്ങൾ പിന്നിട്ടു. ജീവിതത്തിൻ്റെ അർത്ഥം തിരയുന്ന സത്യാന്വേഷണങ്ങളിൽ അവൻ കൂടുതലായി ഏർപ്പെട്ടു. ഹൃദയശാന്തിക്കായുള്ള അന്വേഷണം. പെട്ടെന്നൊരിക്കൽ പ്രത്യേക കാരണം കൂടാതെ അവനൊരു വ്യത്യസ്ത വ്യക്തിയായി തീർന്നു. കുട്ടികളെ, ഒരിക്കൽ അവനും ചില സ്നേഹിതരും കൂടെ ക്രിസ്ത്യാനികൾ ആരാധനയ്ക്ക് വരുന്ന ഒരു ചെറിയ ആലയത്തിലേക്ക് പശുവിൻ ചാണകം എറിഞ്ഞു. ബൽബീർ, ഞാനൊരു പുതിയ നിയമം വാങ്ങി. എന്തിന്? അതൊക്കെ പറയാം. ഹോ, ആ മക്ഡൊണാൾഡിന്റെ കണ്ണൊന്ന് കാണേണ്ടതായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ സുന്ദര എന്നാ പറഞ്ഞത്. ചെയ്ത റെഡിയായോ? ശരിയായി. ചത്ത ഒരു പുസ്തകം ഇതാ ജീവനുള്ള തീയിലേക്ക്. എന്താണ് യുവാവ് ചെയ്യുന്നത്? ഒരു മാന്യന് ചേരുന്നതാണോ ഇത്തരമൊരു മത്സരബുദ്ധി? ദൈവമേ, ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് കാണണം. രാത്രിയിലെ അവസാനത്തെ തീവണ്ടിയും ചൂളം കുത്തി കടന്നുപോയി. അടുത്തത് പുലർച്ചയ്ക്ക് എത്തു. അതിനു മുൻപ് ദൈവം തന്നോട് സംസാരിച്ചില്ലെങ്കിൽ ട്രെയിനിന്റെ മുൻപിൽ ചാടി മരിക്കണമെന്ന് സുന്ദർ തീരുമാനിച്ചു. ഈ രാത്രിയിൽ നീ എൻ്റെ മുൻപിൽ വന്നില്ലെങ്കിൽ ദൈവമേ, ഞാൻ മരിക്കും.
ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് കടക്കുന്നില്ല. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അച്ഛാ, അച്ഛാ, എന്തു പറ്റി? ഞാൻ യേശുവിനെ കണ്ടു. എന്താ, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? വാർത്ത പെട്ടെന്ന് പരന്നു. ഷേർ സിംഗിന്റെ മകന് ഒരു ക്രിസ്ത്യാനിയാകുവാൻ കഴിയുമോ? സുന്ദറിന്റെ പിതാവാണ് കൂടുതൽ അമ്പരന്ന് പോയത്. സഹോദരന്മാർ പരസ്യമായി തന്നെ അവനെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. 1889 ജനിച്ച സുന്ദറിനെ ചെറുപ്പം മുതൽക്കേ അമ്മ അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോകുമായിരുന്നു. ദൈവത്തെപ്പറ്റി കൂടുതൽ അറിയുവാൻ വേണ്ടിയായിരുന്നു അവരുടെ യാത്രകളെല്ലാം. യേശുവിൻ്റെ ദർശനത്തെ തുടർന്ന് ഒരു ക്രിസ്ത്യാനിയായ സുന്ദർ മറ്റെല്ലാറ്റിനുമുപരി അമ്മയുടെ സാന്നിധ്യത്തിനായി കൊതിച്ചു. അമ്മയോട് ഈ കാര്യമൊന്ന് പറയാൻ കഴിഞ്ഞെങ്കിൽ അവൾ തീർച്ചയായും അത് മനസ്സിലാക്കിയേനെ എന്നവൻ ചിന്തിച്ചു. മനസ്സിൽ ഏറെ നന്മയും സഹിഷ്ണുതയും സൂക്ഷിക്കുന്ന അവൻ്റെ അച്ഛൻ പറഞ്ഞു, ശരീരം എങ്ങനെയോ താൽക്കാലികമായ ഒരു വിഭ്രാന്തിയിൽപ്പെട്ടതാകാം. സുന്ദറിനെ തിരികെ കൊണ്ടുവരുവാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടായേക്കും. അങ്ങനെയിരിക്കെ താൻ ഒരു തീരുമാനമെടുത്തു. എൻ്റെ പ്രിയ മകനെ, എൻ്റെ കണ്ണിൻ മണിയെ, എൻ്റെ ഹൃദയത്തിൻ്റെ ആശ്വാസമേ, നിനക്ക് ദീർഘായുസ്സുണ്ടാകട്ടെ. ഷേർ സിംഗ് എഴുതി. നിന്റെ വിവാഹം ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നതുകൊണ്ട് വേഗം സ്കൂളിൽ നിന്ന് മടങ്ങി വരിക. പെട്ടെന്ന് വരണം, എനിക്ക് തീരെ സുഖവുമില്ല. പിതാവിൻ്റെ ആഹ്ലാദം ഏറെ ദീർഘിച്ചില്ല. പിതാവിനെ ഏറെ സ്നേഹിച്ച സുന്ദർ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെപ്പറ്റിയും ബോധവാനായിരുന്നു. പക്ഷേ പുതിയ വിശ്വാസം ഉപേക്ഷിക്കുവാൻ അവനൊട്ടുമേ തയ്യാറല്ലായിരുന്നു. ആ യുവാവ് ദീർഘനേരം ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. തൻ്റെ പിതാവിനെ അപമാനിക്കുവാനോ വേദനിപ്പിക്കുവാനോ അവന് താല്പര്യമില്ല. എന്നാൽ ദൈവത്തെ അനുസരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പിതാവിൻ്റെ ക്ഷമയ്ക്ക് ഒരന്ത്യമുണ്ടാകുമെന്നും അവനറിയാമായിരുന്നു. സുന്ദർ, വിവരം കിട്ടവനെ, നീ ഇനിമേൽ എൻ്റെ മകനല്ല. ഞാൻ നിന്നെ എന്നേക്കുമായി ഉപേക്ഷിച്ചു. ഇവിടെ ഒന്ന് പോ. സുന്ദർ ഇരുട്ടിലേക്ക് നടന്നിറങ്ങി. എവിടേക്കെന്നറിയാതെ ഒരു യാത്ര. എങ്കിലും മുൻപ് അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനവും ദൈവസാമീപ്യവും അവനുണ്ടായി. തൻ്റെ സുഹൃത്തായ ഒരു സഭാപാസ്റ്ററുടെ വീട്ടിലേക്ക് അവൻ മെല്ലെ നടന്നു നീങ്ങി. ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. നന്ദി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുഴപ്പമില്ല, നന്ദി. എന്നാ പ്രശ്നം? എനിക്ക് എന്താ ഉണ്ടായത്? അവൻ്റെ ഒരു സഹോദരൻ അവൻ ആഹാരത്തിൽ വിഷം കലർത്തി കൊടുത്തു. മാരക വിഷമായിരുന്നു. സുന്ദർ ജീവനോടിരിക്കയില്ലെന്ന ഡോക്ടർ പോലും പറഞ്ഞത്. അവൻ മരിച്ചോ? ഇല്ല, അവൻ ജീവിച്ചു. അതൊരു അത്ഭുതമാണ്. ഡോക്ടർ പോലും അന്തിച്ചുപോയി. ഒടുവിൽ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാകുകയും ചെയ്തു. അത് കൊള്ളാമല്ലോ സുശീൽ. വേദപുസ്തകം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച പുസ്തകമാണ് സാധു സുന്ദർ സിംഗിൻ്റെ കഥ. ഈ ചീപ്പ് ഒന്ന് നോക്കിക്കേ. ഒന്നാം തരം സാധനം. ഏറെക്കാലം ഉപയോഗിക്കുകയും ചെയ്യാം. വിലക്കുറവുണ്ടെങ്കിലും അങ്ങനെയൊന്നും ഒടിഞ്ഞു പോകത്തില്ല.
ഒടിയത്തില്ലെന്നാണ് പറഞ്ഞത്. നോക്ക്, ചീപ്പ് എന്ന് പറഞ്ഞാൽ ഒടിയുന്നവയാണ്. പക്ഷേ അതിൻ്റെ വില നോക്കിയാൽ ശരിക്കും ലാഭം തന്നെയാണ്. അത് ദീർഘനാൾ ഉപയോഗിക്കുവാൻ സാധിക്കും. ഞാൻ കുറേയേറെ വാങ്ങാം. എനിക്കിത് മനസ്സിലാകുന്നില്ല. നീ അത് വിറ്റു, എനിക്ക് പറ്റുന്നില്ല. അതെന്താ കാര്യം? നീ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നിന്നെപ്പോലെ ഞാനും ഒരു ക്രിസ്ത്യാനി ആയാൽ കൂടുതൽ വിൽക്കാൻ എനിക്ക് പറ്റുമോ? നീ സത്യസന്ധനാണ്, ഞാൻ അങ്ങനെയല്ല, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ശരിയല്ലാത്തതൊക്കെ ചെയ്യുന്ന ദിവ്യന്മാരെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സത്യസന്ധത എന്നത് ദൈവദാനമാണ്. ഞാനൊരിക്കൽ വളരെ അവിശ്വസ്തനായിരുന്നു, പക്ഷേ എൻ്റെ ഹൃദയം മാറിപ്പോയി. നീ ഒരു സാധുവാകേണ്ടവനാ. നീ പറഞ്ഞ ആളുണ്ടല്ലോ, സുന്ദർ സിംഗ്, എന്തിനാ അദ്ദേഹത്തെ സാധു സുന്ദർ സിംഗ് എന്ന് വിളിക്കുന്നത്? അതൊരു അത്ഭുതകരമായ കഥയാണ്. അതൊന്ന് പറഞ്ഞേ, കേൾക്കട്ടെ. ബാലനായിരിക്കുമ്പോൾ സുന്ദർ സിംഗ് അമ്മയോടൊപ്പം ഗംഗാനദിക്കരികിൽ പലതവണ വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ഏകനായിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. വനത്തിൽ പോയിരുന്ന് തിരുവചനത്തെപ്പറ്റി ചിന്തിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും തന്നേറെ സമയം വിനിയോഗിച്ചു കഴിഞ്ഞു. തൻ്റെ ജീവിതത്തെപ്പറ്റിയുള്ള ദൈവിക പദ്ധതി എന്തെന്ന് തിരിച്ചറിയണമെന്നാണ് അവൻ്റെ ആഗ്രഹം. ഒരിക്കൽ വനത്തിൽ പോയപ്പോൾ താൻ ഭാരതത്തിലെ ക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സഭകളിലെല്ലാം വിദേശ സ്വാധീനം വർദ്ധിക്കുന്നതിൽ താൻ ദുഃഖിച്ചു. ക്രിസ്തുവിന് ഇന്ത്യയോടും ഇവിടുത്തെ ജനങ്ങളോടും സംസ്കാരത്തോടും ഒരു സന്ദേശമുണ്ടെന്ന് താൻ വിശ്വസിച്ചു. ഞാൻ നിന്റെ ഇടയനാകുന്നു, ഞാൻ നിന്നെ നയിക്കും. മരണനിഴൽ താഴ്വരയിൽ കൂടി നടന്നാലും നീ ഒരനർത്ഥവും ഭയപ്പെടേണ്ട. പുതിയ നിയമകാലത്തിനു ശേഷം യേശുക്രിസ്തുവിൻ്റെ സഭ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും ലളിതവും അതേസമയം അത്ഭുതകരവും ഫലപ്രദവുമായ ഒരു ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുവാനായി അദ്ദേഹം ഉടൻ തന്നെ യാത്ര ആരംഭിച്ചു. ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ തെരുവുകൾ തോറും നടന്ന് താൻ കണ്ടെത്തിയ മഹത്തായ ആത്മീയ ദർശനത്തെപ്പറ്റി അദ്ദേഹം ജനങ്ങളോട് പങ്കുവച്ചു. ഈ സമുന്നത ദർശനത്തിന് പങ്കുകാരാകുവാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അനേകർ ആ മനുഷ്യന്റെ സാക്ഷ്യം സന്തോഷപൂർവ്വം കേട്ടു. വൈകാതെ അവർ അദ്ദേഹത്തെ സാധു സാധു സുന്ദർ സിംഗ് എന്ന് വിളിച്ചു തുടങ്ങി. അതെ, താൻ ചെന്നിടത്തൊക്കെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിച്ചു. സന്തോഷകരമായിരുന്നു തൻ്റെ ജീവിതം. പക്ഷേ നിരാശയും കഷ്ടതയും ദുഃഖവും ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. അദ്ദേഹം നഗരങ്ങളെയും ഗ്രാമങ്ങളെയും സ്നേഹിച്ചു. പക്ഷേ മനസ്സിലെപ്പോഴും ഒരു അസ്വസ്ഥത തലകെട്ടി നിന്നു. എവിടെയൊക്കെ മനുഷ്യരുണ്ടോ അവിടെയൊക്കെ സുവിശേഷം എത്തിക്കണമെന്ന ആഗ്രഹത്തോടെ അദ്ദേഹം കാശ്മീരിലേക്കും അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തിയിലേക്കും പോയി. ഹിമാലയത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിലും നിരോധിക്കപ്പെട്ട ടിബറ്റിലുമെല്ലാം സുവിശേഷം എത്തിക്കണമെന്ന് താൻ മോഹിച്ചു. ചോരവാർന്ന പാദങ്ങളുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുമാറ് അദ്ദേഹം പിന്നീടുള്ള നിരവധി വർഷങ്ങളിൽ സുവിശേഷവുമായി ഏറെ കാലങ്ങൾ പിന്നിട്ടു. ചോരവാർന്ന പാദങ്ങളുടെ എരിയുന്ന ഹൃദയത്തിൻ്റെ അപ്പോസ്തലൻ. അങ്ങ് അനുവദിച്ചിരിക്കുന്ന പാതകളിലൂടെയെല്ലാം നടന്നു നീങ്ങുവാൻ വേണ്ട കൃപ തരണമേ ദൈവമേ.
അവിശ്വസനീയമായ ഒട്ടേറെ സാഹസിക അനുഭവങ്ങൾ സാധുവിനുണ്ട്. ഉദാഹരണത്തിന്, ഒരു രാത്രിയിൽ അദ്ദേഹം ഹിമാലയ ശൃംഗത്തിലുള്ള ഒരു കൂട്ടം ഇടയന്മാരുടെയും കള്ളന്മാരുടെയും മധ്യത്തിൽപ്പെട്ടു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ സഹോദര. ഇതുപോലെ പല ഘട്ടങ്ങളിലും സാധു അപ്രതീക്ഷിതമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവനെ എതിർത്തവരും കൊലപ്പെടുത്തുവാൻ പദ്ധതിയിട്ടവരും അവൻ്റെ സാക്ഷ്യം ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞു. മഞ്ഞുമലകളിലേക്കുള്ള ഓരോ യാത്രയ്ക്ക് ശേഷം താൻ തൻ്റെ പ്രിയപ്പെട്ട ഭാരതത്തിലേക്ക് മടങ്ങി വരുമായിരുന്നു. നാം പാശ്ചാത്യരുടെ പാത്രത്തിലാണ് ഇവിടെ ക്രിസ്തീയത്വം വിളമ്പിയിരുന്നത്. ഭാരതം അത് ത്യജിക്കുകയും ചെയ്യും. എന്നാൽ പൗരസ്ത്യരുടെ പാത്രത്തിൽ നാം ജീവജലം നൽകിയാൽ അവർ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കും. അദ്ദേഹം സ്നേഹിതരോട് പറയുകയുണ്ടായി, വെളിച്ചമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും. അനേകർ തൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തപ്പോൾ മറ്റനേകർ എതിർത്തു, ചിലപ്പോൾ മൃഗീയമായും. സാധു പീഡനം ചോദിച്ചു വാങ്ങിയില്ല. പക്ഷേ അതിനായി ദൈവത്തെ സ്തുതിച്ചു. ക്രിസ്തുവിന് വേണ്ടി കുരിശ് ചുമക്കുവാൻ നമുക്കൊരൊറ്റ ജീവിതമേ ഉള്ളൂ എന്ന് സാധു കൂടെ കൂടെ പറയുമായിരുന്നു. നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഏറ്റവും ചെറിയവന് വേണ്ടി ഞാനാണ് ആ ചെറിയവൻ. മനുഷ്യരാൽ ഏറെ പീഡ താൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും പ്രകൃതിയിലെ ഇതര ജീവജാലങ്ങൾ സാധുവിനോട് അനുകമ്പയാണ് കാട്ടിയിട്ടുള്ളത്. ഓ ദൈവമേ, എത്ര മഹത്തരമാണ് അങ്ങയുടെ സൃഷ്ടികൾ! അപാരം. സാധുവിൻ്റെ പ്രശസ്തി ഭാരതമെങ്ങും പരന്നു. ചെന്നിടത്തൊക്കെയും നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളുമെല്ലാം അദ്ദേഹത്തെ കേൾക്കുവാൻ ജനം ആവേശത്തോടെ കാത്തുനിന്നു. തൻ്റെ ജീവിതവും ശുശ്രൂഷയും സാധുവിനെ ലോകത്തിൻ്റെ കണ്ണിൽ ഒരു ജീവിക്കുന്ന ഇതിഹാസമാക്കി. ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടുള്ള അനേകരുണ്ട്. പക്ഷേ അവനെ അറിയാവുന്നവർ ചുരുക്കമാണ്. പിറവിയിലെ കുരുടനായ ഒരുവന് നിറത്തെപ്പറ്റി ഒരറിവും ഉണ്ടാവാത്തതുപോലെ ക്രിസ്തുവില്ലാത്ത ഒരുവന് ആത്മീയ പരിജ്ഞാനം ഉണ്ടായിരിക്കുകയില്ല. ക്രിസ്തു തന്നെ നമ്മുടെ കണ്ണ് തുറക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം. ചെറുപാപങ്ങളെ സൂക്ഷിക്കുക. അവ വളരെ അപകടകാരികളാണ്. അതായത് രോഗമുണ്ടാക്കുന്ന അണുക്കളെപ്പോലെ. ചെറുപ്പത്തിൽ തന്നെ കർത്താവ് എന്നെ വിളിച്ചതിൽ സന്തോഷമുണ്ട്. എൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് എനിക്ക് അവനെ സേവിക്കാമല്ലോ. ആയിരത്തി 1920 സാധു ആദ്യമായി ഇംഗ്ലണ്ടിലേക്കും അവിടെ നിന്ന് അമേരിക്കയിലേക്കും പോയി. അദ്ദേഹം ചെന്നിടത്തൊക്കെ ഏറ്റവും വലിയ ആരാധനാലയങ്ങൾ പോലും ശ്രോതാക്കളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. സത്യാന്വേഷണത്തിൽ രഹസ്യങ്ങളില്ല. ദൈവമേ, നീ എന്നോട് സത്യം വെളിപ്പെടുത്തണമേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. വഴിയും സത്യവും ജീവനുമായവനിലൂടെ ദൈവം അത് ചെയ്തു. ലോകത്തിൻ്റെ ആർപ്പിനും ആരവത്തിനുമെതിരെ കണ്ണടച്ച് നമ്മുടെ കർത്താവുമായി കൂട്ടായ്മ പുലർത്തുന്നതിനെപ്പറ്റി
മനസ്സിൽ സങ്കല്പിച്ച് കൊതിക്കാത്തവർക്ക് അവന്റെ അത്ഭുത സ്വരം കേൾക്കാനാവുമെന്ന് കരുതേണ്ട. ആരും എന്നെ അനുഗമിക്കേണ്ട. ഞാൻ തന്നെ ക്രിസ്തുവിന്റെ ഒരു അനുയായിയാണ്. ഇത്തരമൊരു അവസ്ഥാവിശേഷം ഇവിടെ കണ്ടെത്തിയതിൽ ഞാൻ വളരെയധികം അസ്വസ്ഥനാണ്. ശാന്തതയോടും സമാധാനത്തോടുമാണ് ക്രിസ്തുവിനെ അറിയേണ്ടത്, അല്ലാതെ ബഹളമുണ്ടാക്കിയല്ല. എല്ലായിടത്തും ജനം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. പാശ്ചാത്യർ ഇങ്ങനൊരു സന്ദർശകനെ ഒരിക്കലും കണ്ടിട്ടേയില്ല. ദൈവത്തിന്റെ തോട്ടത്തിലെ പൂക്കളാണ് മനുഷ്യരെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്. അത് കൊള്ളാമല്ലേ? സൂര്യനുമായുള്ള സമ്പർക്കത്തിൽ പൂക്കൾക്ക് സൗന്ദര്യവും ശക്തിയും കിട്ടുന്നു. അതുപോലെ നീതിസൂര്യനായ ക്രിസ്തുവിലുള്ള കൂട്ടായ്മയിലൂടെ ഞാൻ ദൈവവുമായി നേരിട്ട് ബന്ധം പുലർത്തുകയാണ്. ഞാൻ ഈ പ്രകൃതി ആരാധിക്കുന്നില്ല, പക്ഷെ ദൈവത്തിന്റെ കരവേലയിൽ ഞാൻ അത്ഭുതം കൂറുന്നു. പ്രകൃതി എന്നത് ഒരു പ്രതലമാണ്. അവിടെ നമുക്ക് അവന്റെ കൈവേല വളരെ തെളിഞ്ഞു കാണാം. ഒരു വലിയ കലാകാരന്റെ കൈവിരുത് കണ്ട് അത്ഭുതമെന്നതിനെ വിളിക്കാം, പക്ഷെ ആ വ്യക്തിയെ തന്നെ അറിയുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എനിക്കാകെയുള്ള വസ്ത്രമാണിത്. ഈ വസ്ത്രവും താടിയുമൊക്കെ കാലത്തിന് ചേരുന്നതാ. എൻ്റെ രാജ്യത്ത് ഒരു സാധുവായാണ് എൻ്റെ ജീവിതം. എൻ്റെ ഹൃദയത്തിന് ഏറെ അടുപ്പമുള്ള എൻ്റെ നാട്ടുകാരോടൊപ്പം എനിക്ക് പ്രിയപ്പെട്ട ഇന്ത്യയിലായിരിക്കാനാണ് എനിക്കിഷ്ടം. ക്ഷണിച്ചതുകൊണ്ട് വന്നെന്ന് മാത്രം. എൻ്റെ സുഹൃത്തെ, എൻ്റെ രാജ്യത്ത് പലതരക്കാരായ വളരെയധികം വ്യക്തികളുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള പലരും, സത്യം പറയട്ടെ, ഈ പാശ്ചാത്യ നാട്ടിൽ ഞാൻ കണ്ട പലരേക്കാളും ഏറെ നല്ല സ്വഭാവമുള്ളവരും കരുണാസമ്പന്നരുമാണ്. ഏതു സംസ്കാരത്തിലുള്ളവനായാലും മനുഷ്യനിൽ വളരെ നന്മയുണ്ട്. എന്നാൽ നമ്മുടെ നീതിപ്രവർത്തനങ്ങളൊക്കെ കറ പുരണ്ട തുണിയാണെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. എൻ്റെ പിതാവെ, എന്നെ യൂറോപ്പിലും അമേരിക്കയിലും അയച്ചതിന് നന്ദി. അത് വളരെയധികം സന്തോഷവും ഒപ്പം ദുഃഖവും എൻ്റെ മനസ്സിൽ തന്നു. നിന്റെ മക്കളിൽ അനേകം പേർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഈ ഭൂമിയിലെ സമ്പാദ്യങ്ങൾ ഒരുവന് സത്യത്തിൽ സമ്മാനിക്കുന്ന ദാരിദ്ര്യമെന്തെന്ന് അവർ അറിയുന്നില്ല. ഓ എൻ്റെ പിതാവേ, നിരവധി യാത്രകളിൽ ഒട്ടേറെ അംഗീകാരങ്ങൾ സാധു നേടിയെടുത്തെങ്കിലും ഹിമാലയത്തിനപ്പുറത്ത് ടിബറ്റൻ ജനതയോടുള്ള ആത്മാർത്ഥ സ്നേഹം ഹൃദയവാഞ്ചയായി താൻ സൂക്ഷിച്ചിരുന്നു. ഇത്രയും അടുത്തെത്തിച്ചതിന് നന്ദി കർത്താവേ. പക്ഷേ അവിടെയാണ് എൻ്റെ ജോലി കിടക്കുന്നത്. അവിടെ എത്തിക്കണമേ കർത്താവേ, അവിടെ എത്തിക്കണമേ. മഞ്ഞുമലകൾക്കപ്പുറത്തേക്ക് താൻ പോയി. വീണ്ടും വീണ്ടും ആ നിരോധിക്കപ്പെട്ട നാട്ടിലേക്ക്, പുറം ലോകത്തോടുള്ള കവാടം ബന്ധിച്ച നാട്ടിലേക്ക്. തൻ്റെ മികച്ച സാഹസങ്ങൾ പലതും അവിടെയായിരുന്നു. അവിടെയും എതിർപ്പുകൾ കുറവായിരുന്നില്ല. ടിബറ്റൻ അതിർത്തിയിൽ നിന്ന് ഒരു ദിവസം യാത്രയുള്ള പട്ടണത്തിൽ വെച്ച് തന്നെ തലവറയിൽ പിടിച്ചിട്ടു. കഷ്ടം, പാവം വയസ്സൻ. തണുപ്പ് തോന്നുന്നുണ്ടല്ലേ? ഈ പുതപ്പെടുത്തോളൂ, ചൂട് കിട്ടും. എന്തിനാ നീ ഇത് ചെയ്തത്? കാരണം എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാ. ഒരു രോഗിയെ പരിചരിച്ചാൽ നിങ്ങൾ
എന്നെയാണ് പരിചരിക്കുന്നത് എന്നാണ് കർത്താവ് പറഞ്ഞത്. അനേകം തടവുകാർ ക്രിസ്തുവിശ്വാസികളായി തീർന്നതിനാൽ അധികാരികൾക്ക് സാധുവിനെ മാറ്റേണ്ടി വന്നു. അദ്ദേഹത്തെ അവർ ചന്തയിൽ കൊണ്ടു നിർത്തി പരസ്യമായി മർദ്ദിച്ചു. കൊടും വേദനയേറ്റിട്ടും ശിക്ഷയെല്ലാം ശാന്തമായി താൻ സ്വീകരിച്ചത് അധികാരികളെ കൂടുതൽ ഭയപ്പെടുത്തി. താൻ ഏതോ അവതാരമാണെന്ന് ഭയപ്പെട്ട് അവർ സാധുവിനെ നിരുപാധികം വിട്ടയച്ചു. ടിബറ്റിൽ വന്ന ഉടനെ സാധു അനേകരുമായി സ്നേഹബന്ധം പുലർത്തി. ദൈവം സ്നേഹം ആകുന്നു. പിന്നെയുണ്ടല്ലോ, അവൻ എൻ്റെ ഈ പൊന്നോമനെയും സ്നേഹിക്കുന്നു. ക്രിസ്തീയത്വം ഒരു ജീവിത ശൈലിയാണ്, നിറയെ സന്തോഷവും ആവേശവും പ്രതീക്ഷയുമുള്ളത്. ക്രിസ്തു പറഞ്ഞു, ആകാശത്തിലെ പറവുകളെ നോക്കുക, അവർക്ക് നാളെപ്പറ്റി ആകുലമുണ്ടോ? ആരാണ് അവയെ കരുതുന്നത്? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്. സാധു സുന്ദർ സിംഗ് ജീവിതത്തെ ഇഷ്ടപ്പെട്ടു. മനുഷ്യരെയും തനിക്ക് ഇഷ്ടമായിരുന്നു. കുട്ടികളെയാണ് താൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. ടിബറ്റിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു സൺഡേ സ്കൂൾ തുടങ്ങുവാൻ അദ്ദേഹം മുതിർന്നു. സാധുവിൻ്റെ സന്ദേശത്തിൽ ആകർഷനായി പ്രമുഖനായ ഒരു ലാമ തൻ്റെ പ്രദേശത്തെ ജനങ്ങൾ ക്രിസ്തീയ സന്ദേശം കേൾക്കുവാൻ വരണമെന്ന് ഉത്തരവിറക്കി. ഓരോ സന്ദർശനത്തിനോടൊപ്പം എതിർപ്പും കൂടി വന്നു. 15 തവണ സാധു ടിബറ്റിൽ വന്നു. തൻ്റെ സാക്ഷ്യത്തിനെതിരെയുള്ള എതിർപ്പ് വളരെ ശക്തമായി. നിരോധിക്കപ്പെട്ട ഈ രാജ്യത്തേക്ക് ഒരു പുതിയ മതം കൊണ്ടുവരുന്ന ആർക്കും മരണശിക്ഷയായിരുന്നു വിധി. പക്ഷേ ഓരോ തവണയും തൻ്റെ പുതിയ സുഹൃത്തുക്കൾ സാധുവിൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തു. പീഡകൾ ഉണ്ടായപ്പോഴൊക്കെയും കരുണ കാണിക്കുന്നവരും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ടിബറ്റിലേക്കുള്ള തൻ്റെ അവസാന സന്ദർശനങ്ങളൊന്നിൽ സാധുവിന് ഒരു ഭീകര അനുഭവമുണ്ടായി. മരണകുഴിയിലേക്ക് പോകട്ടെ. ആ മരണക്കുഴിയിൽ എത്ര മണിക്കൂർ അബോധാവസ്ഥയിൽ താൻ കിടന്നു എന്ന് സാധുവിന് അറിഞ്ഞുകൂടാ. എത്ര ദിവസം പിന്നിട്ടു എന്നും അറിഞ്ഞുകൂടാ. ഒരുപക്ഷേ ഇവിടം കൊണ്ടെല്ലാം അവസാനിച്ചേക്കാം. യേശു കർത്താവേ, നിനക്കായി ഞാൻ കഷ്ടമനുഭവിക്കാം. ഞാൻ തയ്യാറാണ്. പക്ഷേ ഇത് സഹിക്കാവുന്നതിലും വളരെ വളരെ അധികമാണ്. ക്ഷമിക്കണേ കർത്താവേ, ക്ഷമിക്കണേ. മനുഷ്യൻ്റെ സ്വാഭാവികമായ അവസ്ഥയാണല്ലോ ഇത്, സാധു ചിന്തിച്ചു. പാപത്തിൻ്റെ ഇരുളിൽ നഷ്ടപ്പെട്ട മനുഷ്യന് സ്വയം രക്ഷിക്കാനേ ആവില്ല. പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് ബൈബിൾ പറയുന്നു. നാം ഏവരും അശുദ്ധരാണ്. നമ്മുടെ സൽപ്രവൃത്തികളെല്ലാം വെറും കറവറുണ്ട തുണികൾ പോലെ അത്രയാണ്. സാധു വീണ്ടും വാക്യങ്ങൾ ഉദ്ധരിച്ചു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഞാൻ എങ്ങനെ നന്ദി പറയണം എൻ്റെ പൊന്നു കർത്താവേ? അങ്ങ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ്
ഇന്നെന്നിൽ ജീവിക്കുന്നു. ഞാൻ എവിടെയായിരുന്നാലും സാഹചര്യം എന്തു തന്നെയായാലും അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. നന്ദി കർത്താവേ. സമയം ഇഴഞ്ഞു നീക്കിക്കൊണ്ടേയിരുന്നു. ഇനിയൊരു ശ്വാസം എടുക്കാനാവാത്ത സ്ഥിതിയിലേക്ക് സാധു എത്തിച്ചേർന്നു. അപ്രതീക്ഷിതമായി രക്ഷപ്പെട്ടതിൽ സാധുവിന് വളരെ സന്തോഷം തോന്നി. എന്നാൽ രക്ഷപ്പെടുത്തിയ ആളിനോട് ഒരു നന്ദി പറയാൻ ചുറ്റും നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അതൊരു അതിശയമാണെന്ന് സാധുവിന് ബോധ്യമായി. ഉടൻ തന്നെ കാവൽക്കാർ തന്നെ പിടിച്ച് ലാമയുടെ മുൻപിൽ കൊണ്ടുവന്നു. എങ്ങനെയാണ് സാധു രക്ഷപ്പെട്ടത്? ബഹുമാനപ്പെട്ട സാറേ, അങ്ങനെ മരണക്കുഴിയിൽ എറിഞ്ഞു, അവിടെ കിടന്ന് മരിക്കാൻ. പക്ഷെ എൻ്റെ കർത്താവ്, അവൻ ജീവന്റെ നാഥനാണ്. ഒരേ ഒരു താക്കോലേ ഉള്ളൂ. അത് ലാമയുടെ കയ്യിലാണ് താനും. സാധു തിരികെ ഇന്ത്യയിലെത്തിയപ്പോൾ ടിബറ്റൻ സർക്കാർ അതിർത്തികളിലെല്ലാം ഒരു നിർദ്ദേശം കൊടുത്തു. ഒരു കാരണവശാലും ഈ മനുഷ്യനെ ഇനി ടിബറ്റിലേക്ക് കടത്തിവിടരുതെന്ന്. അങ്ങനെ ദീർഘവർഷങ്ങൾ താൻ ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞുകൂടി. അപ്പോഴും സ്നേഹത്തിൻ്റെയും കരുണയുടെയും ശുശ്രൂഷ തുടർന്നുകൊണ്ടേയിരുന്നു. ദൈവസ്നേഹത്തെപ്പറ്റി ജനത്തോട് പറയുന്ന അതിശ്രേഷ്ഠമായ ശുശ്രൂഷ. പക്ഷേ തൻ്റെ ഹൃദയം ഇപ്പോഴും ടിബറ്റിലാണ്. താൻ ടിബറ്റിനെ പറ്റി എപ്പോഴും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വന്നു. അങ്ങനെ 1929 സുഹൃത്തുക്കളുടെ വിസമ്മതം വകവയ്ക്കാതെ സാധു ഒരിക്കൽ കൂടെ ടിബറ്റിലേക്ക് പോയി. പിന്നെ തിരികെ വന്നിട്ടുമില്ല. എന്തു സംഭവിച്ചെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഒരുപക്ഷേ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയതാവാം. ഏറ്റവും വലിയ യാത്ര, സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് തനിക്ക് അനുമതി ലഭിച്ചു കാണും. അതൊരു അസാധാരണ കഥയാണ്. അതെ, ഒരു സംഭവകഥ. എനിക്കോ നിനക്കോ അങ്ങനെ ജീവിക്കാനാവില്ല, ശരിയല്ലേ? ശരിയാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളിലുണ്ടെങ്കിലേ അത് സാധിക്കൂ. അപ്പോൾ നമ്മളിവിടെ ക്രിസ്തു ആയിരിക്കും ലോകത്തെ സ്നേഹിക്കുക. നാം അതിന് സാധുവാകണോ? സുന്ദർ സിംഗ് ചെയ്തതുപോലെ കാവ്യ പതിച്ച് നടക്കണോ? ഒരു പക്ഷേ ഇത് വേറൊരു യുഗമാണ് സുശീൽ. വേറൊരു യുഗമെന്നത് ശരി. പക്ഷേ ദൈവകൃപ തേടുവാനും അവൻ്റെ വഴിയിൽ നടക്കാനും ഏത് സമയവും അനുയോജ്യമായത് തന്നെ. എനിക്കത് പറ്റില്ല. ഞാൻ പോവുക. എന്തുകൊണ്ട് രാം? കൂടുതൽ കേൾക്കാൻ എനിക്ക് വയ്യ. രാം, രാം ഒന്ന് നിൽക്കൂ. എന്റെ കൂടെ വരൂ. എങ്ങോട്ട്? ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇതാണോ നിന്റെ വീട്? നിന്നെ ഇറക്കി വിട്ട സ്ഥലം? നീയും സുന്ദരസിംഗിനെ പോലെയാണോ? ക്രിസ്തുവിന്റെ മാർഗം എനിക്ക് പറഞ്ഞു തരാമോ?